Okay, Revati ma'am, നമുക്ക് start ചെയ്യാം. Yes, Hari, start ചെയ്യാം. Okay. So, good evening, everyone. How's everyone? എല്ലാവരും okay ആണോ? എല്ലാവരും okay ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ ചാറ്റില്? Is everyone okay? കോവിഡ് വൈസും വെതർ വൈസും ഒക്കെ നമ്മൾ കുറച്ച് ടഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെറ്റ് കണക്ടിവിറ്റിയുടെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ വരാം. ബട്ട് ഐ ഹോപ്പ് ദാറ്റ് എവ്രിവൺ ഈസ് ഓക്കെ. യെസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ചാർട്ടേഡ് അക്കൗണ്ടൻസി ഈ രാജ്യത്ത് നമുക്ക് എടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോഴ്സുകളിലൊന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി. എന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്റ്റുഡൻസ് ആണ്. നിങ്ങളിൽ എത്ര പേര് CA ഇന്റർ ആണ്, എത്ര പേര് CA ഫൈനൽ ആണ്? ഒന്ന് ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യാവോ? How many of you are doing CA inter? How many of you are doing CA final? Can you all quickly respond in the chat? Final, inter, okay, 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 okay. So, ipa kandinte oru understanding il I believe oru 50-50% രണ്ടുപേരും ഉണ്ട്. ഇന്റർ സ്റ്റുഡൻസും ഫൈനൽ സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, ഫൈൻ. ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് എല്ലാവരും ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണേ. എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ബട്ട് ദെൻ ദിസ് ഈസ് എ ഫ്രീ സ്പേസ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. നിങ്ങൾ എത്ര അറ്റംപ്റ്റ്സ് ആയി CA ഇന്റർ അല്ലെങ്കിൽ CA ഫൈനൽ ട്രൈ ചെയ്തു? എത്ര അറ്റംപ്റ്റ്സ് ആയി? ക്യാൻ യു ഓൾ റെസ്പോണ്ട്? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? എത്ര അറ്റംപ്റ്റ്സ് ആയി? 1 attempt. ഓക്കെ, ഓക്കെ, ധൈര്യമായിട്ട് റെസ്പോണ്ട് ചെയ്തോളൂ. ദർ ഇസ് നോ പ്രോബ്ലം. 4. ഓക്കെ, 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 okay, 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 fine. So I've seen that there are a lot of attempts. For 1 attempt to 9-10 vareyakku numbers pogunnundu. I understand that, and I know it is very difficult. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് റിസൾട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡൗൺ ആവും. പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഈസ് യുവർ ബെസ്റ്റ് അറ്റംപ്റ്റ് എന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും അല്ലെ ഫെയിലിയേഴ്സ് നമ്മൾ ടേസ്റ്റ് ചെയ്യും തോറും നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മോട്ടിവേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ സ്വാഭാവികമാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എവറി പേഴ്സൺ. ഇറ്റ് ഇസ് എ ബേസിക് ഹ്യൂമൻ ഇമോഷൻ അല്ലെ. അതിൽ ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഫീലിംഗ് ഡിജക്റ്റഡ്. If you have tried your level best, there is nothing wrong in feeling dejected. But at the same time, ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലൊരു കോഴ്സിന്റെ ഏറ്റവും വലിയ സക്സസ് ഇരിക്കുന്നത് തന്നെ is when you are ready to knock it off, go back and put your effort. ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണം എല്ലാവരും. ഓക്കെ, when you are ready to get back up and get back at it, അവിടെയാണ് അതിന്റെ സക്സസ് ഇരിക്കുന്നത്. ഇതും തമാശ രൂപത്തിൽ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. CA എന്ന് പറയുന്നത് is also called come again. ഇന്നത്തെ നമ്മുടെ സെഷന്റെ പേർപ്പസ്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. നിങ്ങൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണോ അതുകൊണ്ട് ഫേസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഇന്നത്തെ പ്രോഗ്രാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ കൂടെ വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഓഡിറ്റിംഗിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി മെമ്പറായ CA രേവതി രാജ ഹാസ് ജോയിൻഡ് വിത്ത് us. വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു മെന്റർ ഫിഗർ ആണ് രേവതി രാജ. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റഡി സംബന്ധമായ ഇഷ്യൂസ് യു ക്യാൻ ഫ്രീലി ടോക്ക് ടു രേവതി മാഡം ആൻഡ് ഷീ വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ്. മോർ ദാൻ ദാറ്റ്, നിങ്ങളുടെ കൂടെ ഉള്ള 2 വ്യക്തികൾ, നിങ്ങളുടെ കൂടെ തന്നെയുള്ള സ്റ്റുഡൻസ് ആയിരുന്ന 2 വ്യക്തികൾ, മഹിമ ചൗധരി ആൻഡ് സ്വാതി കിരൺ, ഇവർ രണ്ടുപേരും ഇതേപോലെ എഫേർട്സ് ഇട്ടിട്ടും ഫെയിലിയേഴ്സിനെ ഓവർകം ചെയ്തിട്ടും സക്സസ്ഫുൾ ആയി വന്നിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഡിറ്റർമിനേഷനും അവരുടെ ഹാർഡ് വർക്കും അവരുടെ ആറ്റിറ്റ്യൂഡുമാണ് അവരെ ഇന്ന് ഈ പൊസിഷനിൽ CA എന്ന് പറയുന്ന
കോഴ്സ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ ജേർണി, അവരുടെ എക്സ്പീരിയൻസസും അവരിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യും. അതിൽ നിന്നും നിങ്ങൾക്ക് കുറെ പ്രചോദനം എടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വിതൗട്ട് ഫർദർ അഡ്യൂ, രേവതി മാം, ഓവർ ടു യു. Yeah, thank you, Hari. And good evening to all those who are attending here. Kekallo alle? Am I audible? Okay. So, ഇപ്പം CA course എന്ന് പറഞ്ഞാൽ തന്നെ there is always a huge lot of negativity. ഇപ്പം I joined the CA course in 2005-2006. ആ സമയത്തായിരുന്നു. From then, close relatives ആവട്ടെ, close friends ആവട്ടെ, except from parents side, എല്ലാവരും ഇതെന്തിന് CA course ചേരുന്നു, പാടല്ലേ, എത്ര അറ്റംപ്റ്റ്സ് ആണ്, വയസ്സാവത്തില്ലേ, എസ്പെഷ്യലി ഗേൾസിനാണെങ്കിൽ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരും. I hope at least some of you might have faced all this. Over these years, from 2005 to 2021, I think കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. Okay, but still there is a thing that CA course എന്ന് പറയുന്നത് very difficult course ആണ്, പാസ്സാവാൻ പാടാണ്. More than positive, what we hear is negative. Do you agree with me? Anyone? Chat le varna madi. At least someone would have faced that, alle. അതിനേക്കാളും ചങ്കിക്കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇൻ ദിസ് ഫോറം ബിറ്റ്വീൻ us it's fine, but അല്ലാതെ എത്ര വർഷമായിട്ട് പഠിക്കുന്നു, ഓർ എത്ര അറ്റംപ്റ്റ്സ് ആയി, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ലൈഫിൽ കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി കുറേ സ്റ്റുഡൻസ് ലാസ്റ്റ് May 2020 attempt they were supposed to write, ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും they were supposed to write in May 2020. Because of this COVID, exam was postponed and merged with November attempt. I mean November 2020 ആയിട്ട് merge ചെയ്തു. Upon there was a scheme which was given opt out, and the COVID in the rate was high annathe. So again kore pillaro opt out edu, and they planned to attend in May 21. Ipam again the thing is repeating. Again May 21 exam is on suspense poleana. It has been postponed indefinitely. At least കഴിഞ്ഞ വർഷം we could know, okay, July എന്ന് പറഞ്ഞൊരു ഡേറ്റ് വന്നു, August first week എന്നൊരു ഡേറ്റ് വന്നു, but now they said no, we will give only 25 days notice. അതൊരു രീതി നോക്കുമ്പോൾ കറക്റ്റ് ആണ്. We don't know what is tomorrow, അല്ലേ? We don't know what is tomorrow. എന്താവും എന്ന് നമുക്ക് അറിഞ്ഞൂടാ. Maybe that's why ICA has done that. But ഈ ഒരു പ്രശ്നം കാരണം സ്റ്റുഡൻസിന് ബോത്ത് ഓൾറെഡി നമ്മൾ കുറെ പഠിച്ചിരിക്കുവാണ്, അല്ലാതെ ഫിസിക്കൽ സൈഡിലുള്ള ഇഷ്യൂസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ സിനാരിയോ. ഇപ്പൊ മെന്റൽ പ്രഷേഴ്സും കൂടെ ഉണ്ട്. സോ ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ്, മാം വെൻ വിൽ ബി ദി എക്സാം, ഞങ്ങൾ എന്തെന്ന് പറഞ്ഞ് പഠിക്കണം, ലൈക്ക് മുന്നോട്ടൊരു ഡേറ്റ് ഇല്ലല്ലോ, ഇത് നടക്കുവോ? അറ്റ് ടൈംസ് വെരി റയർലി പിള്ളേർ ചിന്തിക്കും ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ, കുറെ അറ്റംപ്റ്റ്സ് ആയി, can we go to some other course, ഇനി ഇത് ചെയ്യാൻ പറ്റുമോ, ഫാമിലി സൈഡിൽ പ്രഷേഴ്സ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഇതേ സെറ്റിൽ ആയി. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും ഇതൊക്കെ കേട്ട് കാണും ഫ്രം ദർ ഫ്രണ്ട്സ് ഓർ someone like that. So ഈ സെഷൻ is mainly intended to address your issues. ഞാനൊന്നും സംസാരിക്കാൻ പോകുന്നില്ല അധികം from my part. Mainly you have to interact with us after we hear our journey. I mean CA Swati Kirandeyum, CA Mahima Chaudharydeyum journey, we will hear from them. After that we will have a interactive session wherein നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ ഡിഫിക്കൽട്ടീസ് കാണും. സോൾവ് ചെയ്യാൻ പറ്റുന്നത്, ടിപ്സ് തരാൻ പറ്റുന്നതാണെങ്കിൽ we can do that. So first, can we hear the journey of CA Mahima and CA Swati?
Is that okay? In the end, we will go for the interactive session. Okay ആണെങ്കിൽ chatൽ ഒരു യെസ്സോ ഒരു thumbs up അടിക്കൂ. Okay. So first, can I call upon CA Mahima? Mahima. Everyone. Yeah. Good evening, everyone. Hi, Mahima. How are you? Little bit not well because of the cyclone over here. I'm in Rajasthan right now. Oh, yeah. Okay. You had said once. Okay. I did come back at that time. I again came here back. Okay. Fine. Yeah. Fine. So, Mahima, actually, we would like to hear from you, like, how was your CA journey? Like, starting from how did you join to the course? Whether it was direct entry route or whether you came after +1, +2. How did you? Because half is inter students, the next half is final students. So, students, CA Mahima Chaudhary, she has qualified in the last November 2020 attempt with high marks, and she was both group. So we'll hear more from her. Yes, Mahima, you can share Thank your you, ma'am. thoughts. So, definitely to start with, I never wanted to become a chartered accountant. My first wish to become was a gynecologist, but I belong from a Marwadi family, so if they're not comfortable with having a doctor in their family as in such, so I was persuaded my family to choose a different profession as in such. So I looked for all the alternatives and I found I was passionate towards chartered accountancy course. So no one forced me exactly for doing a CA, but yes, it was not my first choice. But then sometimes you feel like it's good to take a different step. So I took the first step towards CA, and I'm like I after my +2, I directly joined CA. I wrote my foundation. Uh, I thought I won't pass definitely for this because I studied only for 5 days. Before that, I was enjoying my +2 results and all. So I actually applied for colleges also. I got it in Christ, Bangalore. But then I even cleared CA, like the results after I got my college admission, I got the results for CA within like 20 days. So I decided to pursue with my chartered accountancy course itself. So I started my like intermediate studies with at ICA Bhavan itself. Then again, I thought that I'll be regular with my studies. Whatever is taught to me from morning till like afternoon or evening in the classes, I'll come home, sit, study, and do everything. But always it never works how you plan. So my attempt was in May 2017 for the inter first set. So I reached March 29th and I understood that again I didn't study properly, however I planned to. So I am not a person whom you can learn from exactly to study proper planning with everything and all. But then I decided that somehow I have to decide whether I have to give one group or I have to give two groups together. So I saw that I just have 1 month in my hand. I can't do two groups together. So I decided to focus on one group. I studied as much I could. And when you ask me my study plan and all, it's nothing to do with hours. It's how much hours exhaust you in a day. Like if you're exhausted by 4 hours in a day, then that's enough for that day. Because even if you study for further hours, you can't manage, you can't remember, and you can't understand. So I completed the whole first group like portion in 20 days. Then I even did a revision, and I again did a revision before the exams. So if people say it's not possible, it is possible, but you have to have that sheer confidence that you can do it. And I cleared my first group. Then I didn't join my articleship. I did my ITT orientation and all. And then I wrote my second group in December 2017 inter. I cleared that. And before the results came for the December inter, my second group, I joined for my articleship.
And along with my articleship, this time I decided that at least with my articleship, I'll start studying every day, like, little by little. Again, didn't go as I planned. I joined as I was a part of Sikasa committee of Ernakulam. So again, I went for all the fun activities and didn't study. So the first year got over, and then the second year came in, and then I realized there's a lot of work pressure because now you are a senior. So got into the work, and when I reached the second year end, I again realized I messed up. So when my third year half was like in the first half, March, I guess the lockdown started. So I was like, I'll ask for my leaves from June and give my November attempt. My November attempt was the first attempt, November 2020. So I thought I'll ask for leave from June and I'll give my exams in November 2020. But again, as March, the lockdown started, and I there was no cutoff. Like when you work online from work from home, you can always can get calls for some work. Like there is some work which only you can do. So from office, or like you get random small petty works from office. So I got involved in the works. I used to study, so you can't focus. And so anyhow, I managed and I cleared in November 2020. So that was how I cleared my exams. And obviously, everyone knows after clearing this, like you have a lot of happiness, a lot of relatives congratulate you and all. But there are taunts coming in between those 3 years because I had a lot of my friends who have been settled in like abroad, like Europe. They put all the fancy status, the fancy food, the snow and everything. You obviously feel like wish I had not taken chartered accounting like CA course and gone for something else what they have done. Maybe I would be have been at their place. But today I don't feel so. So that is like one moment of weakness where if you fall for that, you lose the future happiness that is more worth than this. So I just summed it up in like a small because it's more about you people today because I have cleared my course. You people need more motivation right now. So let's talk about you people more than me today. Just Maima, two just small doubts here. Like just a very personal question, which we girls usually face. Was there any compulsion from your side, like not just parents, like the society or being a girl, can you do, or was there something like that? Because many students ask me, ma'am, ingene parayunnallo, like ഞങ്ങൾ എങ്ങനെയാ, should we carry on? So being a girl, was there such hindrance on your path? Definitely from a culture where I belong to, like you might be shocked to know that I am the first chartered accountant in the whole district in Rajasthan. Female chartered accountant. There's no one else. So definitely, like in my village, like I live in village, my Rajasthan. Okay, so my native place is village. So whenever I used to come, people would be like, എക്സ്ക്യൂസ് മീ, എല്ലാരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെക്കണേ. yeah. So Okay, Mahima, please like, continue. thank you. So whenever I used to come back to village. Okay. Okay, Maima. Yeah. So whenever I used to come back to the village for my summer vacation and all, people would ask that what's the point of like teaching your girl child? All she's supposed to do is like work in the kitchen. So that's like definitely I used to hear, and they were like, just marry her off. If she's capable enough to study, she'll study after her marriage. So definitely there were a lot of things going on, but I'm happy that my family is a little bit supportive, although I had to fight for it a bit. So girls, I would just say that make your stand clear. Rest your parents will obviously support, because if they see that what you are happy about, they will obviously support you. And when I say that you have to take stand, it's not about fighting. It's just that you tell them that what you exactly want, make them understand in a good way rather than fighting, because parents will obviously understand. And up to the point where society, I think you shouldn't be bothered about them, because if you become a CA,
even though they say that they congratulate you, they envy you at some point of time. So doesn't matter, your parents are happy, you're happy, that's all matters. And the society will speak either way, this way or that way. So obviously you should think about what you're passionate about. Okay, Maima. And one more last question. Like, how was that COVID time and your exam exactly fell on that 2020 year? And how was that pressure? Because same the last year is repeating now. So many students are facing that issue. I know you also face the same issue whether November 20 exam will happen. And ultimately you choose the option of November 20 without opting out. And now on the other side, you're very happy, I know. Your face shows that. So like what you say to the students about that, because same scenario is repeating this time and they are more mentally affected rather than physical. So എന്താ പറയാനുള്ളത് മൈമയ്ക്ക് regarding that? About that, like I exactly told, like I had a whole plan of how I was going to take my classes and everything, but that whole plan just like fell down, cracked into pieces when the lockdown was announced, because many classes were cancelled. My portions were not up to date where I thought I had to, because I thought before my study leave started I would be done with my classes and I would just revise after that. But as like the lockdown was announced, I couldn't do that, and all the classes were cancelled, and it took time for the teachers to adapt for the e-learning also. So it was a little bit delayed, and so I couldn't complete my portions. Then plus there's a mental pressure, obviously, that like, would I be able to do it? What if I get infected if I go to the examination place? Would I be infecting my family members? And my main concern was that like there's a baby, like my brother like had a baby boy, my brother and my sister-in-law, who was just 5 months old when I was going to give the exams. So definitely that was a risk I was putting that small baby into while going to the examination like center. So I had to think like whether I should do it, what are the pros and what are the cons, and obviously how you can study in such a mental pressure, because you are thinking about the examination behind your head. So in that scenario, how to actually memorize what is your studies, what's your portion and everything. So that is a very difficult part. So for that, first you have to do is you have to decide. If you decide you don't want to give an examination, just don't give it. Don't have this double thought that should I give it or should I not. You can take 3 days for that. That's not an issue. You just have to sit, think whether it's like, have you prepared enough? And by preparing enough, I repeat that it's not about the hours you put in. It's your feeling, your gut feeling that yes, I have done my best I can, and even if I get more days, I can't do better than this. So that is what feeling you should have. And if you have that feeling, I would say go ahead and go with all the safety precautions. Yes, you can take all the safety precautions, obviously. And like last time, how much I remember, IC also did like really good job at providing better like sanitized places and all. Definitely small things, it's a big examination. Small things you can't just look into. So obviously take your sanitizing spray, disinfectant and all. And about wearing gloves and all, like a lot of students have asked me whether it's comfortable wearing a glove. So I would say wear a glove when you go to the examination center. Before you start writing, just remove it, keep it aside, dispose them, and when you get out, you can again wear a glove. So not an issue. And then I would say people say that you can meditate. So it's all about your comfort zone. For me, meditating never worked. So I love drawing. So I used to draw for some time. So everybody has some 5 minute thing which will obviously give you a break. Not a 5 minute, you can do it for 1 hour up to it makes you happy. So just make sure that studies is not everything. Your mental health and physical health matters the most. And that's what I understood in that year, because I was going through terrible physical health at that point of time, along with my mental health. I'm still going through a physical health. It has not gone okay. So I would say that instead of enjoying your life being a sick CA, you can enjoy being it a healthy CA. So obviously take care of your health, and that's all.
Okay, Maima. Thanks a lot for sharing all those things with us. And we'll come back to you, Maima. And once again, congrats, Maima. Thank you. Okay, and thank you. So, in the end, നമുക്ക് interactive session ആകാവേ. We will also hear from our CA Swati Kiran also. And then we'll have a interactive session. Swati. Yes, Swati. Kekam. So, how are you, Swati? കുറേ ദിവസമായല്ലോ. So, ഇപ്പം ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലേ നമ്മള് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കാണുന്നത്. No, as a CA Swati Kiran. Yes. So, congrats at the outset, Swati. And Swatiയുടെ ജേർണി ഇപ്പം അറിയാമല്ലോ, സ്വാതിക്ക് തന്നെ അറിയാം, ഒത്തിരി ആൾക്കാരുണ്ട് നമ്മളിപ്പം CA നിർത്തി പോണ. ഈ കൊറോണ മാത്രമല്ല, അല്ലാതെ തന്നെ അറിയാം ഞങ്ങൾക്കിപ്പോ 5 years ആയി, 6 attempts ആയി, നിർത്തിപ്പോണോ, ഓൾവേസ് ഈ ഒരു സംഭവം വന്നുകൊണ്ട് തന്നെ ഇരിക്കുമല്ലോ. സോ എന്താണ് സ്വാതിക്ക് പറയാനുള്ളത്? സ്വാതിയുടെ ജേർണി എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് യു ടാക്കിൾ ഇതെല്ലാം? സ്വാതിയും ഫേസ് ചെയ്ത് കാണുമല്ലോ ത്രൂ ഔട്ട് യുവർ ഇന്റർ, ഫൈനൽ, എക്സെട്ര. സോ സ്വാതിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ ഏതൊരു കൊമേഴ്സ് സ്റ്റുഡന്റിനെ പോലെ ഞാനും +2 കൊമേഴ്സ് കഴിഞ്ഞ് BCom ഏതെങ്കിലും കോളേജിൽ പോയി BCom ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് തുടങ്ങിയത് +2. പക്ഷെ വീട്ടുകാർ പറഞ്ഞു നീ കോളേജിൽ പോയാൽ ശരിയാവില്ല, നീ CA എടുത്താൽ മതി എന്നും പറഞ്ഞ് CAയിലോട്ട് ഒരു അച്ഛനാണ് പറഞ്ഞത് CA എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ ഏതൊരു തിരുവനന്തപുരംകാരന്റെയും മനസ്സിലുള്ളത് പോലെ +2 കഴിഞ്ഞ് മാറി വാനിസി പോയി പഠിക്കുക എന്നൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, നേരെ CAക്ക് വിട്ടു. എന്തോ ഭാഗ്യത്തിന് CPT ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ട് ഫസ്റ്റ് ചാൻസിൽ പാസ്സായത് CPT മാത്രമാണ്. അത്ര എനിക്ക് പറയുള്ളൂ. അത് ഇപ്പൊ ഞാൻ ആദ്യം ഹരി തുടങ്ങിയപ്പോ കുറെ പേരുടെ ഇത് ചോദിച്ചു എത്ര അറ്റംപ്റ്റ് എടുത്തു. അതില് കുറെ പേര് 5 attempt, 6 attempt, 7 attempt എന്നൊക്കെ കാണിച്ചു. എനിക്ക് അവരോട് പറയാനുള്ളത് ഒരിക്കലും അതിൽ തളരരുത് എന്നാണ്. കാര്യം CPT കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്റർ തുടങ്ങിയപ്പോൾ ഇന്റർ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സാവാൻ 3rd attempt-ലാണ് പാസ്സായത്. അത് കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പിന് കയറി. ആർട്ടിക്കിൾഷിപ്പിന് കയറിയതിന് ശേഷം പിന്നെ സിക്കാസ, അതിൽ ഞാൻ ഇൻവോൾവ് ആയി. പിന്നെ എൻ്റെ കുറെ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും നമ്മൾ സിക്കാസയിലോട്ട് ഇൻവോൾവ് ആയി. അതെല്ലാം ഭയങ്കര ഒരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഞാനും കുറച്ച് ഉഴപ്പി. അപ്പം ഉഴപ്പിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ നല്ല രീതിയിൽ ഉഴപ്പിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉഴപ്പിയിട്ട് സെക്കൻഡ് ഗ്രൂപ്പ് ജസ്റ്റ് ആർട്ടിക്കിൾഷിപ്പ് തീരുന്നതിന് മുന്നേ ആയിട്ട് സെക്കൻഡ് ഗ്രൂപ്പും പാസ്സായി. പിന്നെ വന്നതാണ് ഫൈനൽ. ഫൈനലില് കുറെ കഷ്ടപ്പെട്ടു. കുറെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ആദ്യമേ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതാം എന്ന് വിചാരിച്ച് അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് തുടങ്ങി. എല്ലാ ക്ലാസ്സിലും പോയി സെക്കൻഡ് ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോൾ തോക്കും. പിന്നെ ഭാഗ്യത്തിന് ഒരു അറ്റംപ്റ്റിൽ ഇസ്കയ്ക്ക് എക്സംഷൻ കിട്ടി. ഇസ്കയ്ക്ക് എക്സംഷൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത അറ്റംപ്റ്റിൽ തകർക്കാം എന്നും പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസിൽ അടുത്ത അറ്റംപ്റ്റ് ആണ് ആക്ച്വലി എന്നെ തളർത്തി കളഞ്ഞത്. ഒരു 190 റേഞ്ചിൽ വന്ന് ആ ഗ്രൂപ്പും പോയി. അപ്പൊ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഡൗൺ ആയി. ഭയങ്കര അത് 190 ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. ആദ്യം 194 തോക്കുന്നതാണ്. ബാക്കി എല്ലാ വിഷയത്തിനും പാസ്, അഗ്രിഗേറ്റിന് പോയി. അപ്പം അവിടെ നമ്മൾ തളരരുത്. എനിക്ക് അവിടെ കിട്ടിയ പാഠമാണ്. ഞാൻ ഫസ്റ്റ് ആ റിസൾട്ട് വന്ന ദിവസവും അതിന്റെ അടുത്ത ദിവസമൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു പറഞ്ഞാൽ നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. അപ്പോ പിന്നീടുള്ള ഇപ്പൊ നമ്മള് ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്ത് സംസാരിക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോട് സംസാരിക്കുക, വീട്ടുകാരോട് സംസാരിക്കുക. മാക്സിമം നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് അടഞ്ഞുകൂടി ഇരിക്കാതെ നമ്മൾ സംസാരിക്കാൻ നോക്കുക. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ അന്ന് റിസൾട്ട് വന്ന ദിവസം ഞാന് തോറ്റതും പിന്നെ അങ്ങ് ഡൗൺ ആയി. ഞാൻ വീട്ടിൽ നിന്ന് അപ്പം തന്നെ ഇറങ്ങി ഫ്രണ്ട്സിനെ കാണാൻ പോയി. നമ്മളൊരു 5-6 പേര് ഒരു ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അവന്മാർ പറഞ്ഞത്. അതിൽ 2 പേര് എന്റെ ഏറ്റവും അടുത്ത 2-3 ഫ്രണ്ട്സ് ആ അറ്റംപ്റ്റിൽ ക്വാളിഫൈയും കൂടെ. അപ്പൊ നമ്മൾ ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയും എല്ലായിട്ടും നടന്നിട്ട് പെട്ടെന്ന് എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് 2 പേര് പാസ്സായി, ഞാൻ പാസ്സായില്ല, അവര് ക്വാളിഫൈ. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ മാത്രം ഒറ്റപ്പെട്ടു പോയി. അപ്പൊ അവന്മാര് തന്ന ഒരു മോട്ടിവേഷനാണ് ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ പാസ്സായിട്ടിരിക്കണമെങ്കിൽ കാര്യം അവന്മാര് മാക്സിമം പറഞ്ഞു നീ തളരരുത്, നീ പഠിക്കണം, ഇതൊരു ഭാഗ്യത്തിന്റെ ഒരു കളിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ
പക്ഷെ ആ ദിവസമാണ് ശരിക്കും എന്നെ തിരിച്ചു കൊണ്ടുവന്ന കാര്യം. അത്രത്തോളം മോട്ടിവേഷനാണ് ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. എന്നിട്ട് അന്ന് രാത്രി തിരിച്ച് വീട്ടിൽ വന്നപ്പോ വീട്ടില് ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയും ഭയങ്കര വിഷമിച്ച് പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വന്ന വീട്ടിൽ കണ്ടപ്പോ അച്ഛനും അമ്മയും പറഞ്ഞത് 194 199 അല്ലല്ലോ നീ ഇത്ര വിഷമിക്കാൻ, അടുത്ത അറ്റംപ്റ്റിൽ പാസ്സാവും എന്നും പറഞ്ഞു അവരുടെ ഒരു മോട്ടിവേഷൻ കിട്ടി. അന്ന് എനിക്ക് വയസ്സ് 23 24 25 24 വയസ്സേ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നും ഒരു മോട്ടിവേഷൻ കിട്ടി. അത് ഓക്കെ, ഇനി എക്സംഷന്റെ ഒരു അറ്റംപ്റ്റേ പോയിട്ടുള്ളൂ. എക്സംഷൻ ഇനി 2 അറ്റംപ്റ്റ് ഉണ്ട്. അടുത്ത അറ്റംപ്റ്റ് നവംബർ അറ്റംപ്റ്റ് എഴുതി വീണ്ടും തോറ്റു. അപ്പൊ എക്സംഷന്റെ 2 അറ്റംപ്റ്റ് പോയി. എക്സംഷന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ് മെയ് 2017. പിന്നെ വീണ്ടും എന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതായി. പിന്നെ ഞാൻ അത്രയും നാള് വീട്ടിലിരുന്നൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു ചേഞ്ച് വേണം എന്ന് മനസ്സിലായി. ഞാൻ റീഡിംഗ് റൂംസ് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ ട്രിവാൻഡ്രത്ത് തന്നെ റീഡിംഗ് റൂംസിൽ പോയി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. നമ്മുടെ ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിന് മാറി നമ്മൾ ഒരു ചേഞ്ച് വേണം. അതായത് നമ്മൾ കഴിഞ്ഞ 2 അറ്റംപ്റ്റിലും ചെയ്ത എന്ത് തെറ്റാണോ അത് തന്നെ വീണ്ടും ഇനി ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്റെ എക്സംഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നേം തുടങ്ങണം. അപ്പൊ ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരണം എന്ന് വിചാരിച്ചു. ഞാൻ പഠിച്ചതിൽ തെറ്റാണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ആൻസർ പേപ്പറെല്ലാം ഞാൻ എടുപ്പിച്ചു. പേപ്പറിൽ എന്താണ് എന്റെ പ്രസന്റേഷന്റെ പ്രശ്നമാണോ, ഞാൻ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി പേപ്പർ എടുപ്പിച്ചു. അത് നോക്കി അങ്ങനെ പിന്നെ വേറെ ഞാൻ അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന കുറെ ബുക്സ് ഒക്കെ മാറ്റി ഫ്രഷ് ആയിട്ട് പുതിയ ഇതെടുത്തു. എല്ലാം മാറ്റാൻ തുടങ്ങി. അങ്ങനെ അതോടൊപ്പം തന്നെ ഞാൻ ഇരുന്ന് പഠിക്കുന്ന സ്ഥലം ഒന്ന് മാറ്റി. എന്നിട്ട് ഞാൻ ആകെ കിട്ടിയ 2.5 മാസം അങ്ങ് ചത്തിരുന്ന് പഠിച്ചു. കാര്യം പിന്നെ ജീവിതം ഇല്ല എന്ന് മനസ്സിലായി. ഇനി എക്സംഷൻ പോയാൽ പിന്നെ ഒന്നേം തുടങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് സെക്കൻഡ് ഗ്രൂപ്പാണ്. ഓൾഡ് സിലബസിലെ ഇഷ്ട എന്ന് പറയുന്നത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടിയ എക്സംഷൻ. ആ എക്സംഷൻ കൊണ്ട് കളഞ്ഞാൽ പിന്നെ നാട്ടുകാർ എന്നെ കൊല്ലും. ഫ്രണ്ട്സ് തന്നെ 3ാമത്തെ അറ്റംപ്റ്റ് ആയെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് എടാ ഇനി എക്സംഷൻ കളഞ്ഞാൽ പിന്നെ നിന്നെ മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയായിരുന്നു. അവസാനം ചത്തിരുന്ന് പഠിച്ച് എന്തോ ഭാഗ്യത്തിന് 203 മാർക്കും വാങ്ങിച്ച് ആ ഗ്രൂപ്പ് അങ്ങ് പാസ്സായി. ആ ഗ്രൂപ്പ് പാസ്സായപ്പം പിന്നെയും കുറച്ച് അഹങ്കാരം കയറി. എന്ന് പറഞ്ഞാൽ നമ്മള് സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടി, ഇനി ഫസ്റ്റ് ഗ്രൂപ്പും കൂടെ അല്ലേ ഉള്ളൂ. പക്ഷെ എല്ലാരും പറയും ആ ഒരു ഫയറിൽ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് അങ്ങ് പഠിച്ചെടുക്കണം എന്ന് പറയും. പക്ഷെ എനിക്ക് എന്തോ ഒരു കുഴപ്പം വന്നു. വീണ്ടും അഹങ്കാരം തലയിൽ കയറി എന്ന് പറയാം. അപ്പം വീണ്ടും കുഴപ്പി. പിന്നെ 2 അറ്റംപ്റ്റ് വീണ്ടും പൊട്ടി. പിന്നെ മനസ്സിലായി എന്നും പറഞ്ഞ് വീണ്ടും എന്നെ ഒരു എക്സംഷനാണ് എന്നെ രക്ഷിച്ചത്. FR എക്സംഷൻ വരുമ്പം എനിക്ക് ടെൻഷനാണ്. കാര്യം സെക്കൻഡ് ഗ്രൂപ്പിലെ എക്സംഷൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ FRൽ എക്സംഷൻ കിട്ടിയപ്പോ എനിക്ക് സന്തോഷത്തിനേക്കാൾ ഉപരി ടെൻഷനായിരുന്നു. എങ്ങനെ ഇനി വീണ്ടും 3ാമത്തെ അറ്റംപ്റ്റിൽ പോകുമോ എന്നൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. 3ാമത്തെ അറ്റംപ്റ്റിലോട്ട് പോയി. ആദ്യത്തെ 2 അറ്റംപ്റ്റും മാന്യമായി തോറ്റു. അവസാനത്തെ അറ്റംപ്റ്റ് നവംബർ 2019. അന്ന് കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അവസാനം ഇതുപോലെ തിരുവനന്തപുരത്തെ എല്ലാ റീഡിംഗ് റൂമിലും ഞാൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് പോയി. അവസാനം പുതിയൊരു റീഡിംഗ് റൂം അന്വേഷിച്ച് വീണ്ടും പുതിയൊരു റീഡിംഗ് റൂം അന്വേഷിച്ചിട്ട് പോയി. വീണ്ടും നമ്മൾ മാറി. അന്ന് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. കാര്യം മെയ് 2019 അറ്റംപ്റ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നടന്നത്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഓഗസ്റ്റ് 15 എന്തോ കഴിഞ്ഞു. പക്ഷെ നവംബർ അറ്റംപ്റ്റ് കറക്റ്റ് സമയത്ത് നവംബർ 1 തന്നെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ എനിക്ക് ആക്ച്വലി 2.5 മന്ത്സേ കിട്ടുള്ളൂ. നോർമലി നമുക്ക് കിട്ടുന്ന 3 months എന്നുള്ളത് 2.5 മന്ത്സേ കിട്ടുള്ളൂ. അപ്പൊ ആ അറ്റംപ്റ്റ് മാക്സിമം ശ്രമിച്ചു. പക്ഷെ അതിന്റെ ഇടയിലുള്ള പ്രശ്നം എന്ന് പറയാൻ കുറെ അപ്പോഴത്തേക്ക് വയസ്സ് 28 ആയി. 28 വയസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് പെൺപിള്ളേർക്ക് 24 എന്ന് പറയുന്നത്, പയ്യന്മാർക്ക് 25 കഴിഞ്ഞാലേ പ്രശ്നം തുടങ്ങും. നീ എന്തിനാണ് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ജോലിക്ക് പോകും. ഞാൻ ആ സമയത്ത് ചെറിയ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്റെ ആർട്ടിക്കൽഷിപ്പ് ചെയ്ത ഇടത്തുനിന്നും ഉള്ള വർക്കും പിന്നെ അങ്ങനെ ചെറിയ ചെറിയ എന്റെ ഫ്രണ്ട്സിന്റെ വർക്കും അങ്ങനെയൊക്കെ ചെയ്ത് എന്റെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് മാത്രമേ ചെയ്തു. അപ്പൊ അതിന് മാക്സിമം വീട്ടുകാർ സപ്പോർട്ട് ചെയ്തു. പക്ഷെ വീട്ടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീട്ടുകാർ ഏതെങ്കിലും കല്യാണത്തിന് പോവേ അല്ലെങ്കിൽ പിന്നെ ബന്ധുക്കാർ കാണുമ്പോൾ വീട്ടുകാർക്ക് ചോദ്യം വരും, ഓനെന്താണ് 28 വയസ്സായി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അവന് ജോലിക്ക് വെക്കൂടെ, ജോലിക്ക് കയറിയാലും പഠിക്കാലോ എന്നുള്ള ചോദ്യങ്ങൾ തുടങ്ങി. ഒബ്വിയസ്ലി വീട്ടുകാർ ആ ഫ്രസ്ട്രേഷൻ ആ വിഷമവും എൻ്റെ അടുത്ത് വന്ന് തീർക്കും. അപ്പൊ ഞാൻ പറയും അത് കുഴപ്പമില്ല, അത് അവർ പറയണവര് പറയട്ടെ, എനിക്കാരും ബോധ്യപ്പെടുത്താനില്ല.
എനിക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ പാസ്സാവും. അപ്പം ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് മാക്സിമം പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയും നീ നോക്ക് എന്ന് പറയും. പക്ഷെ മാക്സിമം അവര് ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്ന് കേൾക്കുകയാണ്. ബന്ധുക്കാരുടെ ഇടയിൽ നിന്നായാലും ഫ്രണ്ട്സ്, അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നായാലും അയൽവക്കത്തു നിന്നായാലും ഫുൾ ഇങ്ങനെ ഓരോന്നും കേൾക്കുകയാണ്. അപ്പം അത് നമ്മുടെ അടുത്ത് നിന്ന് കാണിക്കുമ്പോൾ നമുക്കൊരു വിഷമത്തിനുപരി നമുക്കതൊരു വാശിയായിട്ട് മാറും. ഒരുപാട് ഇൻസൾട്ട് നമ്മൾ നേരിടും. അതൊന്നും വകവയ്ക്കരുത്. എന്നിട്ട് ഞാൻ ആ ഇൻസൾട്ടും ആ വാശിയും അതെല്ലാം കൂടെ മനസ്സിൽ വെച്ചിട്ട് മാക്സിമം എഫേർട്ട് ഇട്ടാണ് നവംബർ 2019 അറ്റംപ്റ്റ് എടുത്തത്. മാക്സിമം എന്റെ കൊണ്ട് പരമാവധി ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു അറ്റംപ്റ്റ് തന്നെയാണ്. അതിൽ പാസ്സായില്ലെങ്കിൽ ഞാൻ പിന്നെ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടേനെ. അപ്പം ഭാഗ്യവും കഠിനാധ്വാനവും കൂടെ ഒരുമിച്ച് വന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പാസ്സായ ദിവസം ജനുവരിയിൽ ആ ദിവസം ഞാൻ പാസ്സായപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ പെട്ടെന്നൊന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ സന്തോഷ കണ്ണീര് തന്നെയാണ്. അന്നാണ് എനിക്ക് വിശ്വാസമായത് ഈ ഭാഗ്യവും ഹാർഡ് വർക്കും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ദിവസം നമ്മൾ പാസ്സാക്കും. നമ്മള് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ പാസ്സായില്ല എന്ന് പറയുന്ന കാര്യമില്ല. നമുക്ക് ഭാഗ്യം കൂടെ വേണം. കുറെ പേര് പറയും ഭാഗ്യത്തിന്റെ ഒന്നുമില്ല, ഹാർഡ് വർക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൽ വിശ്വാസമുണ്ട്. ഹാർഡ് വർക്കും ഭാഗ്യവും ഒരുമിച്ച്, രണ്ടും കൂടെ ഒരുമിച്ച് എന്ന് വരുന്നോ അന്ന് നമ്മൾ പാസ്സാവും. അതിന്റെ ഇടയിൽ നമ്മൾ വിട്ടിട്ട് പോയാൽ അത് പ്രശ്നമാണ്. കാര്യം നമ്മളത് വിട്ടിട്ട് പോകരുത്. കാര്യം നമ്മൾ പാസ്സാവേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം. ഇപ്പൊ നമ്മൾ പാസ്സായിട്ട് എന്റെ അയൽവക്കക്കാരനോ എന്റെ ബന്ധുക്കാർക്കോ ഒന്നോ, ഇപ്പൊ ഞാൻ പാസ്സായില്ലെങ്കിലും അവർക്ക് ഒരുപോലെ. അപ്പൊ അവര് നമ്മളെ മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യാനും വീട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നും കുത്തി പറയും. അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നു. നമുക്ക് പാസ്സാവണം, നമുക്കത് നമ്മുടെ ആവശ്യം എന്നുള്ള വാശി, അതെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഈ വിഷമം, ഈ റിസൾട്ട് വന്ന് തോക്കുമ്പോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആവാതെ, നമുക്ക് ഫസ്റ്റ് 2 ദിവസം എന്തായാലും ഡിപ്രഷൻ വരും, വിഷമം വരും. പക്ഷെ അവിടെ വിട്ടുപോകാതെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊക്കെ. ഞാനാണെങ്കിൽ സിനിമ കാണും, പാട്ട് കേൾക്കും. എനിക്ക് ആ വിഷമം വരുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് അടുത്ത ദിവസം വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ മാക്സിമം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ സംഭവിച്ചാണ് ഞാൻ പാസ്സായി ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ സ്വാതി. ആൻഡ് ഒരു കാര്യം കൂടെ സ്വാതി, ലൈക്ക് എന്താണ് ലൈക്ക് ഈ സ്റ്റുഡൻസിന് വേണ്ട വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഈ നെഗറ്റിവിറ്റി ഒക്കെ കേൾക്കുമ്പോ വാട്ട് യു സേ, ലൈക്ക് ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ആയിട്ട് നമുക്ക് വെക്കേണ്ടത് എന്താണ്? ബിക്കോസ് അറിയാലോ, ലൈക്ക് മൊത്തം ഇപ്പൊ സ്വാതി പറയുന്ന അതേ ഫീലിംഗ് ആയിരിക്കും എല്ലാവർക്കും. ഇവിടെയും കുറെ ആൾക്കാർ പറയുന്നുണ്ട്. സോ എത്രയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ചെയ്താലും ലൈക്ക് എന്താണെങ്കിലും സം സ്ട്രെങ്ത് വി ഷുഡ് ഹാവ്, റൈറ്റ്? നമുക്ക് ആ എക്സാം അപ്പിയർ ചെയ്യാനും ടു കീപ് us മോട്ടിവേറ്റിംഗ്. അതെന്താ സ്വാതി പറയാനുള്ളത് അതിനെ കുറിച്ച്, ടു ബി സ്പെസിഫിക്? സ്ട്രെങ്ത് എന്ന് പറയുമ്പം നമ്മളെ തന്നെ വാശി കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രെങ്ത്. കാര്യം നമ്മൾ ഡൗൺ ആവാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മള് എപ്പോഴെങ്കിലും ഡൗൺ ആയാൽ തീർന്നു. കാര്യം ഡൗൺ ആയാലും നമ്മളെ ഒന്നും കൂടെ മാക്സിമം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം ശ്രമിക്കുക. കാര്യം അല്ലാതെ നമുക്ക് അതിലോട്ടൊരു എത്തിച്ചേരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നില്ല. കാര്യം അതങ്ങനെയാണ്. ഇത് കോഴ്സിന്റെ ഒരു പ്രശ്നമാണോ, അത് നമ്മുടെ ഒരു 8 പേപ്പർ, ഇപ്പം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരൊക്കെ മാനസികമായിട്ട് പെട്ടെന്ന് സ്ട്രെസ് ഔട്ട് ആവും. 8 പേപ്പർ ഒരുമിച്ച് എഴുതി കിട്ടിയില്ല, പിന്നെ ഈ 8 പേപ്പർ എഴുതണ്ടേ എന്നൊക്കെ സ്ട്രെസ് ഔട്ട് ആവും. അപ്പോ അവിടെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ മാക്സിമം പറയുക, നിന്നെ കൊണ്ട് പറ്റും. അത് അങ്ങനെ പറയാൻ എന്തായാലും സംഭവിക്കും. കാര്യം ഇത് സംഭവിക്കാനുള്ളതാണെങ്കിൽ സംഭവിക്കും. കാര്യം നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന് ഉറപ്പാണ്. കാര്യം അതിനുള്ള എക്സാമ്പിളാണ് ഞാൻ. കാര്യം ഇന്റർ 7 അറ്റംപ്റ്റും ഫൈനൽ 9 അറ്റംപ്റ്റും എടുത്തു. അതെനിക്ക് പുറത്തു പറയാൻ എത്ര നാണക്കേടോ വിഷമോ ഒന്നുമില്ല. അത് ഞാൻ ഇന്റർവ്യൂവിന് പോയി 1-2 ഇന്റർവ്യൂവിന് ഞാൻ അത് പറഞ്ഞു. അത് കാരണമായിരിക്കും എന്റെ ആദ്യത്തെ 2 ഇന്റർവ്യൂ പോയെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല. നമ്മൾ പറയേണ്ടത് ഓപ്പൺ ആയിട്ട് പറയണം. പക്ഷെ 5 അറ്റംപ്റ്റ് കഴിഞ്ഞു ഇനി വിട്ടിട്ട് പോകണം എന്നൊന്നുമില്ല. 5 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് 6ാമത്തെ അറ്റംപ്റ്റ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം വേണം, വാശി വേണം. ഓക്കെ സ്വാതി, എന്തായാലും കൊള്ളാം.
ആൻഡ് ഹാറ്റ്സ് ഓഫ് സ്വാതി ഇത്രയും ഓപ്പൺ ആയിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞതിന്, ബിക്കോസ് മോസ്റ്റ് ഓഫ് us ഇങ്ങനെ പറയാൻ ഭയങ്കര മടിയായിരിക്കും. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്, എസ്പെഷ്യലി ഇന്റർവ്യൂവിലും ഈ ഫോറത്തിലും ഒക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാം CAs ആണ്. സോ താങ്ക്സ് a lot സ്വാതി, ആൻഡ് കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. താങ്ക് യു. സോ ഓക്കെ, ഓ സ്വാതി സൂപ്പർ സ്റ്റാർ ആണ്, എല്ലാരും ഹാറ്റ്സ് ഓഫ് തരുന്നുണ്ട്. യെസ് സ്വാതി. Okay, so we have heard from Mahima as well as Swati Kiran. Now we'll go to the interactive session wherein ende edutho Swati inde edutho or Mahima edutho you can ask like endana ningalde difficulty or എങ്ങനെയാണ് അവർ ഇത് ടാക്കിൾ ചെയ്തത്. ഞാൻ ചോദിച്ച പൊതുവെയുള്ള ജനറൽ കാര്യങ്ങളാണ്. ലൈക് സ്വാതി അടുത്ത് ചോദിച്ചു what was her strength. മഹിമ അടുത്ത് ചോദിച്ചു how did she tackle last year ആ ഒരു കൊറോണയുടെ പ്രഷർ. സോ ദാറ്റ് വാസ് വെരി ജനറൽ തിങ്. ഞാൻ ചോദിച്ചത് ജനറൽ തിങ്സ് ആ. സോ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് or anything further you want to ask them, you can. Chat box use ചെയ്ത് ചോദിച്ചാൽ മതി. Swati, Abhishek is asking, how did you study theory? Theory പഠിച്ച strategy പറയാമോ? ഇസ്കേക്ക് എക്സംഷൻ ഉള്ളതല്ലേ? Maybe that's why. തിയറി അങ്ങനെ സ്ട്രാറ്റജി ഒന്നുമില്ല. കുറെ പേര് പറഞ്ഞു എഴുതി പഠിക്കണം അങ്ങനെ, പക്ഷെ എനിക്ക് അങ്ങനെ എഴുതി പഠിച്ചിട്ടാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ നോക്കി തന്നെ കുറെ എഴുതും. കുറെ എഴുതി അങ്ങനെ കുറെ എഴുതി പഠിച്ചു അങ്ങനെ. പക്ഷെ അല്ലാതെ നമ്മളിങ്ങനെ കാണാതെ പഠിച്ചിട്ട് എഴുതി അങ്ങനെയല്ല, ഞാൻ നോക്കി തന്നെ എഴുതി പഠിച്ചു. അത് കുറെ തവണ എഴുതി, പിന്നെ മാക്സിമം വായിച്ചു. അതായത് ഇപ്പം ഇന്ന് വായിക്കുന്ന ചാപ്റ്റർ ഞാൻ നാളെ വീണ്ടും വായിച്ചു. അതായത് ഇപ്പൊ ഒരു ചാപ്റ്റർ ഫുൾ തീർത്തിട്ട് നമ്മൾ അത് അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് പഠിക്കുക, അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം തിയറിയാണ് മറക്കുന്നത്. ഇസ്ക ആയാലും ലോ ആയാലും ഓഡിറ്റിംഗ് ആയാലും ഏതായാലും ഒരു മാസം ആ ഒരു ഗ്യാപ്പ് കൊടുക്കരുത്. ഇപ്പൊ ഇന്നൊരു ചാപ്റ്ററോ ആ ഒരു പോർഷനോ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അത് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് അത് വീണ്ടും ഒന്ന് വായിക്കുക, അല്ലെ എഴുതി നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഓർമ്മ നിൽക്കും കാര്യം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഇതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതാം. ഇപ്പം ഓഡിറ്റിംഗ് ആണെങ്കിൽ ചേച്ചിയുടെ ക്ലാസ്സിലാണെങ്കിലും വന്ന് ടെസ്റ്റ് പേപ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇസ്കയ്ക്ക് ഞാൻ ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതുമ്പം ഒരു ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടും. ഒരു ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് ഫസ്റ്റ്. പിന്നെ നോക്കിയാണെങ്കിൽ എഴുതാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ചിട്ട് പറ്റുന്നവരുണ്ടാവും, എങ്ങനെയാണെന്ന് വെച്ചാൽ. അഭിജിത്ത് ചോദിക്കുന്നുണ്ട്, ഒരു സബ്ജക്റ്റില് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പം എക്സംഷൻ കിട്ടിയതുപോലെ അതുപോലെയാണോ പഠിച്ചത്, ഓർ ഡിഡ് യു കോൺസെൻട്രേറ്റ് ഓൺ ഓൾ ദി 4 സബ്ജക്ട്സ് ഇൻ എ ഗ്രൂപ്പ്? ഇല്ല, സെക്കൻഡ് ഗ്രൂപ്പിൽ ഞാൻ ആക്ച്വലി ഇസ്കയും ഡയറക്ട് ടാക്സും ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. എന്ന് വെച്ചാൽ ഒരു എക്സംഷൻ വെച്ചാൽ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഒരു എക്സംഷൻ എന്തായാലും വേണം. ഒരു എക്സംഷൻ എന്തായാലും വേണം. കാര്യം AMA ഞാൻ ഭയങ്കര വീക്കായിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പിൽ AMA ഭയങ്കര വീക്കായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിലാണെങ്കിൽ ലോ ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു ഗ്രൂപ്പിൽ 2 പേപ്പർ മാക്സിമം ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇടും. അപ്പൊ ഞാൻ ഇസ്കയ്ക്കും ഡയറക്ട് ടാക്സിനും ഞാൻ നല്ല എഫേർട്ട് ഇട്ടായിരുന്നു. അപ്പൊ അതിൽ ഇസ്കയ്ക്ക് എക്സംഷൻ കിട്ടി. അങ്ങനെയാണ്. അല്ല ഒരു സബ്ജക്ട് മാത്രം അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം രണ്ട് സബ്ജക്ട് പക്കയാക്കുക. എന്നാൽ നിങ്ങൾക്ക് 3-ാമത്തെ 4-ാമത്തെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് പോർഷൻ ഒക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കി. കാര്യം AMA ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ പോയി, എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് 40 ഉണ്ടായിരുന്നുള്ളൂ പാസ് അറ്റംപ്റ്റിൽ. അതുപോലെ ഇസ്കയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ DTക്ക് നല്ല മാർക്ക്, IDT. അങ്ങനെ അതുകൊണ്ട് 2 പേപ്പർ നോക്കുക. ക്യാമ്പസിന് പോയായിരുന്നോ സ്വാതി? ഇല്ല. മഹിമ, ഡിഡ് യു ഗോ ഫോർ ക്യാമ്പസ്? മഹിമ? Yes, ma'am. So how was your campus placement experience? Vishnu is asking that. Campus Actually, placement. Yeah, this time due to COVID scenario, there was like very less companies for the campus placement. But then I would say that you can't have the same strategy for all the companies. Like different companies look for different things. Few people look for your personality. Who are into marketing, like your profile is more over the marketing side, then they will look about your personal skills, your communication skills. But when it comes to the proper like the core fields of a CA, that is audit, statutory audit, taxation and all, then they focus more over your skill sets. That is your knowledge, in-depth knowledge in the subject.
So when you choose your company, I would actually recommend you to prepare according to that company's profile, job profile. So I've already told the both sides. So if the company is like EY or a audit firm, I would actually tell you to have an in-depth knowledge in the profile which you are going to apply for. Okay. And Smita Juice is asking, Mahima, what is your strategy to study? She's asking you, Mahima, what is your strategy? Strategy, the thing is that I've heard a lot of time that when I cleared, I got a lot of calls from my friends asking me that how I studied, and there was a friend of mine who had cleared everything in first attempt, and in final she got really bad marks, that is below 20 and all. So that feeling is very breaking down, and I know that pretty bad. That's why even though I've cleared everything in first attempt, I know that feeling because I had a lot of friends talking to me about that. I know how it feels. So my strategy for work, like studies, was different for my practical subjects and different for the theory. For theory, I've never taken any test papers. Okay, personally, I don't have that much patience. So I used to study, and when it comes to section numbers and all, I would ask you write all the section numbers and section name every day, like in a paper. First look and write, then the next day without looking. Eventually you will remember it. It is not impossible because I am a goldfish. I tend to forget. So if I can remember, you can obviously remember. If you keep on repeating, the whole thing is about repeating it, and about writing the answers, question answers, how you write. Obviously your faculty can help you like on how to write an answer, and I wouldn't ask you or recommend you to write all the question answers, but if you feel you have to get a hold of the subject, maybe every chapter take one question, just write it down so that you see that are you getting the hold how to write it. It's not about writing each and every question down. It's just to see that whether you are able to present it how you want to, or how ICA is expecting us to present. So that is about theory. And about the practical subject, when you do the practical subjects for first time, there are few questions which you can solve, and there are few questions where you get stuck at. So what I used to do is the one which I could do in one go, I wouldn't look at them again. I would mark the one which I feel as difficult or which are full fledged. So in the end, I would cut cross, and before the exam, I would have for FR every index, I would have one question full fledged, which would give me an overview of the whole index, and I had flow charts for index, and for me the printed notes never work, so I made my own notes. So everyone has their own way of doing that. So I would say take your time, decide what is your way, because what is my way can never be your way. So take your time, decide, and then go with it, and I'm pretty sure you can do good. Okay, thank you. Smita, Mahima has answered your question. Swati, Irfan is asking, എങ്ങനെ നമുക്ക് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും when you take many attempts? എങ്ങനെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇർഫാന ചോദിക്കുന്നു. കൺസിസ്റ്റൻസി എന്തിൽ പഠിക്കുന്ന കാര്യത്തിലാണോ? പഠിക്കുന്ന കാര്യത്തിലാണല്ലേ ഏറ്റവും വലിയ കൺസിസ്റ്റൻസി ഇൻ സ്റ്റഡി. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മള് മാക്സിമം ശ്രമിക്കുക. കാര്യം ആദ്യത്തെ 2-3 ദിവസം ഒരു മടുപ്പ് കാണും. അതായത് ഇപ്പൊ പഠിച്ച കാര്യം, ഇപ്പം ഒരു അറ്റംപ്റ്റിൽ പഠിച്ച കാര്യം നമ്മളിപ്പം ആ റിസൾട്ട് വന്ന് ആ വാശിയിൽ അന്ന് വൈകിട്ട് തന്നെ ബുക്ക് എടുത്ത് ഇരിക്കുകയൊന്നും ചെയ്യരുത്. 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ ബുക്ക് എടുക്കുമ്പോൾ ഇന്നും ഇതിപ്പോ കഴിഞ്ഞ തവണ ചെയ്ത പ്രോബ്ലം അല്ലേ എന്നുള്ള ഒരു മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. കാര്യം അത് നമ്മൾ ഇതിപ്പോ കഴിഞ്ഞ തവണ ചെയ്ത് എനിക്ക് അറിയാം എന്നും പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്യും. അപ്പം ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മള് മാക്സിമം നമ്മുടെ ആവശ്യമാണ് പാസ്സാവേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മള് അതിനെ ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്യുക. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്ന അങ്ങനെ സജഷൻ കൊടുക്കാൻ അറിയത്തില്ല. ഞാൻ ഓരോ ഗ്രൂപ്പായിട്ടാണ് എഴുതിയത്. അപ്പം ഒരു ഗ്രൂപ്പ് എഴുതുന്ന ആള് ആകെ 4 വിഷയമേ ഉള്ളൂ. എക്സാംസ് ആണെങ്കിൽ 3 വിഷയം, 4 വിഷയം ഉണ്ടെങ്കിൽ
4 വിഷയത്തിനെ നമ്മൾ സോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ചെയ്ത എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 വിഷയമാണ്. എനിക്ക് ഒരു ദിവസം 4 വിഷയം എടുത്താൽ എനിക്ക് അത് തീരത്തില്ല. അപ്പൊ അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പൊ ഞാൻ ചെയ്ത ഒരു ദിവസം 2 വിഷയം. ആ ദിവസം 2 വിഷയം എടുക്കുമ്പോ അതില് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ അതില് അറിയാം അറിയാം എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോവാതെ നമ്മൾ അതിനെ അത് ഒന്നും കൂടെ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതില് വായിക്കാൻ നോക്കുക. അങ്ങനെ അതൊരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്ത് ഒരു ദിവസം 2 സബ്ജക്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 2 സബ്ജക്ട്, ഇല്ലെങ്കിൽ ഒരു ദിവസം 4 സബ്ജക്ട്, അങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ട് പോയാൽ നമുക്ക് മടുപ്പ് വരത്തില്ല. കാര്യം അത് ആർക്കായാലും മടുപ്പ് വരും, കാര്യം കുറച്ചെങ്കിലും മടുപ്പ് വരും. അപ്പൊ ആ ഒരു ബ്രേക്ക് എടുത്തിട്ട് തുടങ്ങാം, എന്നിട്ട് ഒരു ടൈം ടേബിൾ ഇടുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു പോവാ. അത് തീരുമെന്നുള്ള ടെൻഷനൊന്നും അടിച്ച് അങ്ങനെ ഒന്നും ഇരിക്കരുത്. അവസാന നിമിഷം ആകുമ്പം ടെൻഷൻ ആവും, നമുക്ക് കഴിയുമോ എന്നൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മള് അവിടെ ടെൻഷൻ അടിക്കാതെ ഒരു ടൈം ടേബിൾ ആദ്യമേ ഇട്ടാ അതനുസരിച്ച് പോവാ. കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും അങ്ങനെയാണ് പറയുന്നത്. അതിൽ കുറെ പേര്, എനിക്കിപ്പോ പരിചയമുള്ള ഒരുപാട് പേരുണ്ട് ടൈം ടേബിൾ ഇട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചു പോകാൻ നമ്മൾ. അതുകൊണ്ട് അത് കുറച്ച് ഗുണമായിരിക്കും എന്ന് എന്റെ ഒരു അഭിപ്രായം. Irfana, Swati has answered your question. Mahima, Smita is again asking, like, Smitayum Navye, how did you manage final preparation with your articleship? Eppidana class start cheyendadu, whether it is along with your articleship or how is that? Smita and Navya both are asking. Articleship in the how is that possible? Whether to wait for completion of articleship enganeyannu. Okay, as I told that my strategy was that by the end, like when my study starts, I'll be done with my classes. But the thing is, if you go for direct tax and IDT classes and all before, I'm talking about final. So like same applies to inter when it is like classes which have like a subject which have like frequent amendments. So I would actually advise you or suggest you not to go for that in the beginning itself. So you can go for subjects like FR or like law, something which has less amendments towards the end, and just keep yourself regularly updating about that. And I suggest you to start with law because the thing is, when you do your articleship, you like tend to have a lot of exposure in company law because you audit a lot of companies. And I would suggest you, when you have a particular section coming up in your audit report or in any report which you deal with, try to check that section in the site. Like you have the MCA site, so go on the site, read the Bear Act, get used to the language of Bear Act, because once you're a CA, no one would explain it to you. You should get the hold of it. So law, you will be able to cover up like a decent portion along with your articleship if you do what I say, that is like read those sections up. And direct tax also, when you do tax audits, obviously you get a certain idea about it. But yes, I would actually like suggest, if you take this direct tax and IDT classes in the end, it would be better. And if you don't have a lot of work pressure, I would recommend you to start studying along with your articleship. But if it is being too hectic on you, then give your mental health also a little importance, as I told previously. Take a break, do whatever you can, like maybe 1 hour, 2 hour studies a day after your like day at the office. That is completely fine. But just see that if you complete your articleship and then go for your classes, and then do you even have time for revision? Because I would really recommend revision is very important in a chartered accountancy exam, because I did at least 2 revisions before. It's not about how much you study, I would say. It's how much you revise, because your revision makes certain things clear. I revised second time. That's when I was able to connect. There are a lot of links between direct tax subject and law and audit, all the subjects, because few sections which are missing in law are there in audit. And I think Revati ma'am would agree to that. So if you are not able to connect that, then you're missing the whole beauty of those subjects. So if you can revise the subject, it would be like you would be able to appreciate what you're studying. So if you are not able to, not a issue, like with work you will understand.
So I would really say that it's about you, that if you think that after your articleship you can manage with your studies along with revision, then go for it. But still try to finish certain classes before your articleship. Okay. Okay, Mahima. Okay. Revati madam, Yeah. earlier when this program was being promoted in Instagram, we had a lot of students asking a few questions over there. And most of these are generic questions. And one particular question is, as people who have cleared recently, to Mahima and Swati, what are the general mistakes that a CA student makes which will prevent them from clearing the exam in the first attempt? Can you all respond? Can both of you respond? Mahima first. Okay, I would say that while giving the exams, we were given an option to opt out along with the examinations. Like every day you give an exam and you come back, you have an option. Either you can opt out or you can go the second day again to write the next exam. So like a lot of people, instead of giving like the papers, they decided that I'll save an attempt. I'll somehow manage to write it the next time and not write this time, because I don't want to struggle to write the 4 papers again. So what I thought was somehow to get it done with. If I don't clear, I'll just think that I wrote a mock test. So the mistakes can be that you have a sense of doubt and not confidence on you that you can do it. And again, it's all about confidence, that you feel confident when you give a particular examination. That's all. Swati. ഒരു ജനറൽ മിസ്റ്റേക്ക് എന്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ, ചിലര് ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് വന്ന ഉടനെ എനിക്ക് കിട്ടില്ല, ഞാൻ തോക്കും, അല്ലെങ്കിൽ എനിക്ക് 60 കൂടുതൽ പ്രതീക്ഷിച്ചു പോയതാണ്, അതെനിക്ക് കിട്ടൂല എന്നുള്ള ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ അങ്ങ് ഉറപ്പിച്ചു. അവൻ തന്നെ എഴുതി അവൻ തന്നെ വാല്യുവേഷൻ ചെയ്യുന്ന പോലെ അങ്ങനെ അങ്ങ് ഉറപ്പിക്കും. ഞാനും ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ IPCC സമയത്തായിരുന്നു. അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ തോക്കും എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അടുത്ത ലോയും ഇതെല്ലാം കോസ്റ്റിങ്ങും എല്ലാം അങ്ങ് ഉഴപ്പി. റിസൾട്ട് വന്നപ്പം അക്കൗണ്ട്സ് 45 മാർക്ക് വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഭയങ്കര മിസ്റ്റേക്ക് ആണ്. അത് മിസ്റ്റേക്ക് എന്നല്ല, അത് അടിയുള്ളതിന്റെ കുറവെന്നൊക്കെ പറയാം. അത് ഞാൻ ഈയിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, അവൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനാണ്. അവനങ്ങ് മാക്സിമം അവന്റെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവൻ കഴിഞ്ഞ 1 കൊല്ലമായിട്ടൊക്കെ പഠിച്ചിട്ട് അവന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വരിക. 1 കൊല്ലമായിട്ട് ഇരുന്ന് പഠിക്കുക. അവൻ കോവിഡ് സമയത്ത് വരെ അവൻ നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചു. അവൻ എന്നിട്ട് എക്സാം സമയമായപ്പം എക്സാം എഴുതി FR അങ്ങ് കഴിഞ്ഞ ഉടനെ അവൻ പറയാ, അവന് ചേട്ടാ അത് പോയി ചേട്ടാ, 60 കിട്ടേണ്ട പേപ്പർ കേട്ടാ, 60 കിട്ടൂല എന്നും പറഞ്ഞ അങ്ങ് അവൻ SFM-ഉം ലോ ഓഡിറ്റിങ്ങും ഇട്ടു. പിന്നെ നേരത്തെ ഓപ്റ്റ് ഓപ്ഷനും കൂടെ വന്നപ്പോ അതൊന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യും. ഒരിക്കലും ചെയ്യരുത്. കാര്യം എഴുതുമ്പോ 4 ഒന്ന് എഴുതുക, 4 ഇട്ട എഫേർട്ട്. കാര്യം നമ്മളൊരു 3 മാസം 6 മാസമോ 1 വർഷം ഇടുന്ന എഫേർട്ടാണ് നമ്മൾ ആ ഒരു ഒറ്റ എക്സാം കൊണ്ട് നമ്മൾ കളയുന്ന. കാര്യം നമ്മുടെ കയ്യിലൊന്നും അല്ല അത്. നമുക്ക് ഇപ്പം എഴുതി കഴിയുമ്പോൾ നമുക്ക് 40 കിട്ടോ 50 കിട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ കഴിഞ്ഞ അറ്റംപ്റ്റ് ഒക്കെ SFM ഭയങ്കര പാടായിരുന്നു. ന്യൂ സിലബസിന്റെ എന്റെ ഓർമ്മയില് SFM ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞ് കുറെ പേര് ഓപ്റ്റ് ഔട്ട് ചെയ്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്റെ പരിചയത്തിലുള്ള ഇഷ്ടം പോലെ പേര് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി ഓപ്റ്റ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ വെച്ചാൽ ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് തോന്നുന്നു. അപ്പം അല്ലെങ്കിൽ ഓപ്റ്റ് ഔട്ട് അങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അത് മാക്സിമം ട്രൈ ചെയ്യുക. നമ്മള് 60 കിട്ടാനുള്ള പേപ്പർ 40 കിട്ടുള്ളൂ, 40 മതി, അടുത്ത പേപ്പറിൽ 60 എടുക്കാം. അങ്ങനെ എഫേർട്ട് ഇടുക, അങ്ങനെ പഠിക്കുക. ഒരിക്കലും അത് കാരണം നിങ്ങൾ ആ ഒരു അറ്റംപ്റ്റിനെ സ്പോയിൽ ചെയ്യരുത്. അതർ ദാൻ റൈറ്റിംഗ് എക്സാംസ്, പഠിത്തത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും ഒരു നോർമൽ മിസ്റ്റേക്സ് CA സ്റ്റുഡൻസ് ചെയ്യാറുള്ള? സ്വാതി. പഠിത്തത്തിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ, ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് പഠിച്ച ഒരു വ്യക്തി ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞു, കിട്ടിയില്ല. എന്നിട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് വരുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പഠിക്കാൻ ശ്രമിക്കും. അതായത് എന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അതേ നോട്ടും അതേ പ്രോബ്ലം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെ നമ്മൾ കുറെ കൂടെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യാം. സമയമുണ്ട്, 3 മാസം ഉണ്ട്, നമ്മൾ ആ ഒരു പ്രോബ്ലം അറിയാം എന്ന് പറഞ്ഞ് നമ്മൾ അത്
മാത്രം ചെയ്ത് ഒതുങ്ങരുത്. പിന്നെ അത് ഒരു പ്രശ്നമാണ്. കാര്യം നമ്മളൊരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഉണ്ടായ മിസ്റ്റേക്ക് പഠിത്തത്തിന്റെ കാര്യത്തിലാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രസന്റേഷനിലല്ല പ്രശ്നം, നമ്മൾ പഠിച്ചതിന്റെ പ്രശ്നമാണെന്നുള്ളതെങ്കിൽ നമ്മൾ നോക്കുക എവിടെ പഠിച്ച്, എന്ത് പഠിച്ച്, ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ ആണോ. നമ്മൾ മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഫോളോ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാക്ടീസ് മാനുവൽ തന്നെ ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ അവിടെ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഏതെങ്കിലും ഒരു നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്കിപ്പ് ചെയ്ത് അങ്ങനെ ഒരു പ്രശ്നം വരുത്തരുത്. നമ്മൾ മാക്സിമം എവിടെയാണോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഒരു ഫീൽ ചെയ്യും, നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമുക്ക് ഇപ്പം ഇതാണ് നമ്മുടെ തെറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ബുക്കില് ഈ ഒരു പ്രോബ്ലം പോരാ, ഈ ഒരു പ്രസന്റേഷൻ പോരാ എന്നുള്ളത് റിയലൈസ് ചെയ്യും. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇത്രയും പോരാ എന്നൊരു നമുക്ക് തന്നെ മനസ്സിലാവും, ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ടീച്ചർമാരുടെ അടുത്തോ സീനിയേഴ്സിന്റെ അടുത്തോ ചോദിച്ചിട്ട് അതാണ് റെഫർ ചെയ്തത് ചോദിക്കുക. നമ്മൾ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുക, നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുക ഏതൊക്കെ നോക്കണം, ഏതൊക്കെ റെഫർ ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ ശ്രമിക്കുക. Mahima? Yeah. It's like I've always got questions like how many hours you have studied. So I always say one thing, that students focus on how many hours they studied rather than the portion or how well they've covered the portion. So I would still say to everyone asking that how many hours we should study to pass. It's not about the hours. It's like how well you have prepared for the subject, how much knowledge you have on that subject, and whether you have done your maximum for the day. Exhaust yourself for that day and then go to sleep. You'll get a really good sleep. Trust me. And then about things like, I have seen students, like many colleagues of mine, who go only about studying. Like whenever I call them, they are like, I'm studying, I'll call you later. So it's not about studying. You should even give importance to other things. Maybe go sit with your family members for some time, because you can't exclude, or you can't just make your social life as zero. So it's completely fine if you take 1 hour out of your whole day to have an interactive session with your parents, with your friends, or it's completely fine, or do something which you love to do. So like, have a balance between what your studies and your other activities, so that when you sit for your studies you feel refreshed. So there's usually a thing that when you study for theory, it's always good to study for 25 minutes, and like for the next 5 minutes just relax. And while doing relaxing for 5 minutes, don't go for YouTube, because we all know that when we see a YouTube video, we just go on watching, from one video to next. And when you like see the time, it's like already 2 hours done. So do something like you go talk to your parents, which makes you feel happy. So these are the two things I feel that like a lot of students make mistake. They give importance to the hours of study rather than the quality of studies. Okay, Mahima. And another question that we had, you both have recently qualified. നിങ്ങൾ രണ്ടുപേരും ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? മഹിമ? No, like I've been selected by Infosys, but due to COVID, it's getting delayed. I've not got my joining letter yet. Okay, one question for you guys is, as newly qualified chartered accountants, which path do you think is more better? That is practice or entrepreneurship, or going for a job industry? Swati? ഓക്കെ. ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത ഫേമിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് റോയ് വർഗീസ് ആൻഡ് അസോസിയേറ്റ്സ്, അവിടുത്തെ ഒരു ഓഡിറ്റ് മാനേജറായിട്ട് അങ്ങ് വർക്ക് ചെയ്യാണ്. പ്രാക്ടീസ് താല്പര്യമുള്ളവർക്ക് എന്തായാലും പ്രാക്ടീസിനോട്ട് തന്നെ പോകാം. കാര്യം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് പ്രാക്ടീസിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാര്യം ഈ ഒരു കോവിഡ് സമയമാണ്. കോവിഡ് സമയത്ത് നമ്മൾ പ്രാക്ടീസിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. കാര്യം നമ്മൾ ആ ഒരു ഇനിഷ്യൽ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. അപ് ടു 2 years എന്തായാലും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പ്രാക്ടീസിലോട്ട് ഇറങ്ങി, അത് ഫ്രഷ് ആയിട്ട് തുടങ്ങി. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഒരു ഫേം ഇട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഫേമിൽ ഒരു പാർട്ണർ ആവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പ്രാക്ടീസ് താല്പര്യമുള്ളവർ എന്തായാലും പ്രാക്ടീസിലോട്ട് ഇറങ്ങുക. കാര്യം ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാര്യം ഇന്ന് പ്രാക്ടീസിലോട്ട് ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എംപ്ലോയ്മെന്റിന് പോയിട്ട് പ്രാക്ടീസിൽ ഇറങ്ങാം, എനിക്ക് അറിയില്ല അത് എത്രത്തോളം നടക്കും. കാര്യം നമ്മുടെ ടച്ച് ഒക്കെ വിട്ടു എംപ്ലോയ്മെന്റിലോട്ട് പോയാൽ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു CA ഫേമിലോട്ട് പോവുക, CA ഫേമിൽ ജോയിൻ ചെയ്തൊരു
മാക്സിമം ഒരു എക്സ്പീരിയൻസ് എടുത്തിട്ട് നിങ്ങൾ ഇപ്പം അതായത് ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് മാത്രം പോരാ, ഇനി കുറച്ചും കൂടെ എക്സ്പീരിയൻസ് വേണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഒരു CA ഫേമിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് കുറച്ച് എക്സ്പീരിയൻസ് എടുത്തിട്ട് വീണ്ടും പ്രാക്ടീസിലോട്ട് വരിക. അല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണെങ്കിൽ പ്രാക്ടീസിന് താല്പര്യമുള്ളവർ എന്തായാലും പ്രാക്ടീസിലോട്ട് ഇറങ്ങണമെന്ന് പറയാം. ഈ ഒരു സ്ട്രഗിൾ എന്തായാലും കാണും ഇനിഷ്യൽ സ്റ്റേജസിൽ. അത് കോവിഡ് സമയമൊന്നല്ല, കോവിഡിന് മുന്നേ ആയിരുന്നെങ്കിലും ഇനിഷ്യൽ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. അല്ല പ്രാക്ടീസിന് താല്പര്യം ഇല്ലാത്ത ഒരാള്, അതായത് ഇപ്പൊ എംപ്ലോയ്മെന്റ് മാത്രം മതി, എംപ്ലോയ്മെന്റ് ആണ് എന്റെ സ്വപ്നം, ആ ഒരു കോർപ്പറേറ്റ് ലൈഫാണ് ഇഷ്ടം എന്നുള്ള ആള് എന്തായാലും കോർപ്പറേറ്റ് ആ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ബാക്കി ഓഫ് ക്യാമ്പസ് ഇതിലൊക്കെ ട്രൈ ചെയ്യാം. അതുകൊണ്ട് പ്രാക്ടീസിന് താല്പര്യമുള്ളവർ എന്തായാലും പ്രാക്ടീസിന് ഇറങ്ങണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. Mahima? I'm also a person who love to do practice because I started CA with the whole aim of practicing. But during my articleship, I felt like I should have certain industry exposure also. So I didn't join a like audit firm because I wanted to do something different from what I'll be doing my like towards the rest of my life. So that's why I took a industry specific job, and then I'll be coming back into practice. And if you're able to be in touch in terms of knowledge and everything with auditing and all along with your work or your job, then I think coming back to practice won't be much difficult. But yes, obviously it will be very hectic. So I am a person who's passionate about practicing, but I equally wanted to try and explore an industry. So that's why I took a job. Okay, and we have one question. Revati ma'am, could you answer this question? How can we manage studies with articleship? Okay, majority of the students showing the question on how to manage the studies with articleship. I think കുറച്ചു മുമ്പ് എവിടെ മഹിനും ചോദിച്ചിരുന്നു. The thing is, articleship ചെയ്യുമ്പം തന്നെ study start ചെയ്യുക. As Mahima said rightly കുറച്ചു മുമ്പ്, like choose a subject where കുറച്ച് amendments കുറവായിട്ടുള്ള subject, and maybe inter pass ആയിട്ട് articleship തുടങ്ങി. Maybe after a 6 months gap, you can write final exam after 2.5 years of articleship. So first year തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ എടുത്ത് പഠിക്കാൻ തുടങ്ങുക. But the പ്രശ്നം students do is, the main mistake അവർ ചെയ്യുന്നത് ക്ലാസ് അറ്റൻഡ് ചെയ്യും, ബട്ട് അവർ ആ ടച്ച് വെക്കത്തില്ല സബ്ജക്റ്റുമായിട്ട്. ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഞങ്ങളെല്ലാം നോട്ടും ഉണ്ട്, എല്ലാ ബുക്കും ഉണ്ട്, ബട്ട് യു ഹാവ് ടു ബി ഇൻ കോൺസ്റ്റന്റ് ടച്ച്. അതിന് റിവൈസ് ചെയ്യണം. ഇപ്പം സ്വാതി ആൻഡ് മഹിമ ബോത്ത് വിൽ എഗ്രി വിത്ത് മീ. പഠിക്കുന്നത് ഇസ് ഓൺ വൺ സൈഡ്, കോൺസെപ്റ്റ് അറിയണം, അത് പ്രാക്ടിക്കലി ഇപ്പൊ അപ്ലൈ ചെയ്യണം. ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും ഈവൻ ടു ആൻ എക്സ്റ്റെന്റ് ഫൗണ്ടേഷൻ ഓൾസോ ഇപ്പൊ കോൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യനാ ഇപ്പൊ ലേറ്റസ്റ്റ് എക്സാംസ് നോക്കിയാൽ. സോ ആർട്ടിക്കിൾഷിപ്പിന്റെ കൂടെ വെൻ യു ചൂസ് 1 or 2 സബ്ജക്ട് ഇൻ ദി ഫസ്റ്റ് 6 months, നെക്സ്റ്റ് 6 monthsൽ അടുത്ത 2 സബ്ജക്ട്. ബട്ട് ഇങ്ങനെ പോകുമ്പം ഓൺലി വൺ ഇഷ്യൂ വിച്ച് യു വിൽ ഡു ഇസ് ഓർ ഫേസസ്, സബ്ജക്ട് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആദ്യത്തെ 6 monthsൽ പഠിച്ച 2 സബ്ജക്ട്സ് ഒരു 2 years ആവുമ്പം മറന്നു പോകും. സോ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ബൈ ദി എൻഡ് ഓഫ് 2 years ക്ലാസ്സസുമായി നിങ്ങളുടെ റിവിഷനും തുടങ്ങാൻ പറ്റും. സോ ദാറ്റ് യു ക്യാൻ ഗിവ് യുവർ അറ്റംപ്റ്റ് അറ്റ് 2.5 years of articleship. ഇതാണ് ഹരി എനിക്ക് പറയാനുള്ളത്, ബേസിക് തിങ്. ബട്ട് ദ തിങ് ഇസ്, റിവിഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം. അതർവൈസ് വാട്ട് എവർ വി ഹാവ് സ്റ്റഡീഡ് മറന്നു പോകും. അതിപ്പോ തിയറി ആണെങ്കിലും ശരി, പ്രോബ്ലം ആണെങ്കിലും ശരി, സബ്ജക്റ്റിന്റെ ടച്ച് വിട്ടുപോകരുത്. ദാറ്റ്സ് ഇറ്റ് ഹരി. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, പ്രേം ശങ്കർ. Both of you were part of Sikasa committee. How long it helped you guys in studying? Mahima? About studying, as I told that first year of my whole articleship, I was busy with Sikasa, so it doesn't help you much in study. But if you attend the seminars, like you are a part of like the committee, so you know when a seminar is being conducted. There are study circles going on every week. So if you do that not just for the purpose of arranging, but you attend to learn it,
then obviously it can be helpful for you because the matters being discussed in a study circle is related to your studies only. And the seminars are also helpful. But yes, if you want to have fun, then I would definitely say Sikasa is fun, but you have to balance it because I was not able to balance it that much because I went towards the fun side. Initially, I was attending all the seminars and all, but then we went to the cultural like activities towards that. So it's all about balancing. But yes, if you look forward to study from that, yes, definitely you can learn and you can improve your communication skills. Like you can present yourself a seminar, you can like conduct a study circle, present a study circle. You have national conference, you can do those. So along with studies, you definitely need to brush up your other skills like communication skills or your cultural activity skills, such like that. So yes, definitely, if you feel like you can balance both of them in your life and you can get along with it properly, because if you become a part of Sikasa committee, you have three responsibilities. You're you're doing articleship, you have to study, and you're also doing it for Sikasa. So if you can manage three things, it's not two things, it's three things now. Then if you can do that, well and good, you can go for that. സിക്കാസ ആക്ച്വലി സ്റ്റഡീസിനേക്കാളും കൂടുതൽ എനിക്ക് ഒരു കോക്കറിക്കുലർ ആക്ടിവിറ്റീസിലോട്ട് എനിക്ക് എന്നെ തന്നെ കുറച്ചും കൂടെ എനിക്ക് ഇൻവോൾവ് ആവാൻ പറ്റിയതിലാണ് സിക്കാസ കൊണ്ട് ഹെൽപ്പ് ചെയ്തത്. കാര്യം നമ്മുടെ ഈ സ്ട്രെസ്ഫുൾ ലൈഫിൽ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. സിക്കാസയുടെ എക്സ്ട്രാ കൾച്ചറൽസ് ആയാലും സ്പോർട്സ് ആയാലും അതിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര സ്ട്രെസ് റിലീഫ് ആയിരുന്നു. കാര്യം ആ ഒരു എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമ്മുടെ ഈ സിക്കാസയുടെ കൾച്ചറൽ ഫെസ്റ്റും സ്പോർട്സും നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ റിസൾട്ട് വന്ന് ബാക്കി പഠിക്കുമ്പോൾ ഓക്കെ ആ ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ സിക്കാസയിലെ സ്റ്റഡീസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റഡി സർക്കിൾ, നേരത്തെ പറഞ്ഞ സ്റ്റഡി സർക്കിൾ സെമിനാറും ഇതൊന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരാൾ ആണ് ഞാൻ. സ്റ്റഡി സർക്കിളും സെമിനാറും ഒന്നും അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ലായിരുന്നു. ഓൺലി കൾച്ചറൽ സ്പോർട്സ് ആ ഒരു ഏരിയയ്ക്ക് വേണ്ടിയാണ് ഞാൻ സിക്കാസയിൽ നിന്നത് തന്നെ. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മെന്റലി നിങ്ങൾക്ക് ഭയങ്കര സുഖം തരും. ഒരു വെറും പഠിത്തവും ആർട്ടിക്കൽഷിപ്പും മാത്രമായി എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് കോളേജ് ലൈഫ് ഒന്നും ഇല്ല. പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് വരുന്നവർക്ക് ഒന്നാമത് കോളേജ് ലൈഫ് ഉണ്ട്. ഈ സിക്കാസയിൽ കിട്ടുന്ന കൾച്ചറൽ ആക്ടിവിറ്റീസ് സ്പോർട്സും ആണ് നമുക്ക് ആകെ ഉള്ള റിലാക്സേഷൻ. അപ്പം അവിടെ മാക്സിമം നമ്മളെ എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് എന്താണോ നമ്മൾക്കുള്ള കഴിവുകൾ, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ പിടിച്ചുണർത്തുക. അതാണ് സിക്കാസ കൊണ്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിത്തത്തിന് എഫക്റ്റ് ഒന്നും ചെയ്യില്ല. അത് പഠിത്തത്തിന് അങ്ങനെ എഫക്ട് ചെയ്യാൻ സമ്മതിക്കരുത്. കാര്യം എന്റെ ഫ്രണ്ട്സിന് ഇഷ്ടം പോലെ വരുന്നുണ്ട്. സിക്കാസയിലെ ഏറ്റവും ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയുണ്ട്. സിക്കാസയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അവൻ എല്ലാത്തിലും കാണും, പക്ഷെ അവൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഫൈനലും പാസ്സായി. അതിപ്പം നമ്മുടെ ഓരോരുത്തരുടെ ഇതുപോലെ സിക്കാസ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാമോ? ചോദിച്ചതെല്ലാം ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർഡ് ഐ ഗെസ്. അല്ല, ഇത്രയും പറഞ്ഞപ്പം ആക്ച്വലി രണ്ട് സ്റ്റുഡൻസിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. സിക്കാസ അല്ല, there was a student ലേഡി ആയിരുന്നു. 47 ഇയേഴ്സില് 47 or 48 ഇയേഴ്സില് ഇന്റർ പണ്ട് നിർത്തിപ്പോയതാ. ഇത് പ്രഷേഴ്സ് കാരണം. മാരേജ് കഴിഞ്ഞു, കുട്ടികളായി, എവറിത്തിങ് വാസ് ദെയർ. എന്തോ ജോബിന് പോയി. 48 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരിക്ക് ആഫ്റ്റർ ദി her kids are settled, ആഗ്രഹം വന്നത് ഫൈനൽ ചെയ്യണമെന്ന്. And she came again to the final classes ഒക്കെ അറ്റൻഡ് ചെയ്തു, ഗ്രൂപ്പ് വൈസ് എഴുതി, പാസ്സായി. Now she is practicing. ആ ക്ലാസ്സില് ബാക്കിയുള്ള സ്റ്റുഡൻസ് ഈ ഉച്ച സമയമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം she used to be the student who is most attentive. ഒന്ന് ആലോചിച്ച് നോക്ക്, 48 ഇയേഴ്സില് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് she used to run to the classes and first attempt ഗ്രൂപ്പ് വൈസ് ആണ് എഴുതിയത് and she has passed. വേറൊരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു which is a male. CA കോഴ്സ് പഠിക്കാൻ ആഗ്രഹം വന്നത് തന്നെ ആഫ്റ്റർ 55-56 ഇയേഴ്സിലായിരുന്നു. പുള്ളിക്കാരൻ ഡയറക്റ്റ് എൻട്രി കയറി and he qualified and 60 years ആവുമ്പം he has passed.
സോ ഇതൊക്കെ നോക്കുമ്പം നമ്മളൊക്കെ നിസ്സാരമല്ലേ, യുനോ. സ്വാതി said, നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക. ഒരു അറ്റംപ്റ്റ് പോയാൽ യെസ് ഐ ഡു എഗ്രി, ഭയങ്കര വിഷമമായിരിക്കും നമുക്ക്. ബട്ട് ഓൾവേസ് തിങ്ക് ദാറ്റ് ദ നെക്സ്റ്റ് അറ്റംപ്റ്റ് വിൽ ബി ദി നമുക്ക് പാസ്സാവും, ഓർ വി വിൽ ഗെറ്റ് ഷുവർ. ഓർ ഇത്ര ആലോചിച്ചാൽ മതി, ഇത്രയും ദിവസം നമ്മൾ പിടിച്ചു നിന്നു. ഓർ ഇഫ് യു ലുക്ക് ബാക്ക്, കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ CA കോഴ്സ് ചെയ്യുക, ഓർ ലാസ്റ്റ് 4-5 years 6 years we have been doing. മേ ബി അടുത്ത 6 മാസത്തിൽ പാസ് ഔട്ട് ആവും. സോ എന്തിനു വെറുതെ നമ്മൾ കഴിഞ്ഞ 5 വർഷം മിസ് ഔട്ട് ആവുന്നു? ആൻഡ് ഓൾവേസ് വി ഹാവ് ദാറ്റ് ഇഷ്യൂ, പാസ് പെർസെൻറ്റേജ്. അതിപ്പോ എല്ലാരും പറയും, അതെന്താ മാം CAക്ക് പാസ് പെർസെൻറ്റേജ് 6% ഉള്ളൂ, CAക്ക് ഈ അറ്റംപ്റ്റിന് പാസ് പെർസെൻറ്റേജ് 4 ഉള്ളൂ, ഓൾ സിലബസിന് ഇത്രയേ ഉള്ളൂ, അതെന്താണ് ഇങ്ങനെ? എഗ്രീഡ്, പാസ് പെർസെൻറ്റേജ് വളരെ കുറവാണ് CA കോഴ്സിന്, ദാറ്റ്സ് എഗ്രീഡ്. ബട്ട് ഓൾവേസ് പാസ് പെർസെൻറ്റേജ് ഇല്ലേ? ഒരിക്കലും പാസ് പെർസെൻറ്റേജ് 0 ആയിട്ടില്ലല്ലോ. ആസ് ലോങ് ആസ് ദർ ഇസ് ഈവൻ 1% പാസ്, നമുക്കും ആ 1%ഓ 2%ലോ കയറാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഓർ ചാൻസസ് ഇല്ലേ? സോ ദാറ്റ് ഷുഡ് കീപ് us going. I think both the other students, Swati and Mahima, you will agree with me, right? Yes. Definitely. Same. So I would like to share something. Yeah. I was giving, like, I took inter studies, like I was doing my inter studies from ICA Bhavan. So we have this test papers, like weekly, monthly and all. So I remember getting 1 mark for direct tax. So because I never used to touch my book. So when I was going to give my exam just 1 month before, I had no idea of direct tax. I didn't even had an idea what is definition of a resident. So that bad and messed up I was in direct tax. And so I decided I'll study myself. I studied, and as I told that I started my preparation in March, beginning or somewhere in mid, for my May exam. So I studied myself, and we had practice manual at that point of time. So I did the practice manual and everything. I scored a 74 in direct tax that time. That was the highest on all the subjects. So it's like if you get low marks at one point of time, doesn't mean that you're a failure, because you can always rebound. And you decide whether you want to stay there at 1 mark or you want to rebound at an extension. So you can definitely do good. There's no one who can say that you're not good at anything. It's you who will decide whether you are a failure or you want to rebound and do good. that's true. So anything else? ഇത്രയേ ഉള്ളൂ. കുറെ ആൾക്കാർ പറയും CA കോഴ്സ് ടഫ് ആണ് എന്നൊക്കെ പറയും. ഒത്തിരി റൂമേഴ്സ് നമ്മൾ കേൾക്കും, ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നത് ഈ കാതി കൂടെ എടുക്കുക, ഈ കാതി കൂടെ വിടുക. ഐ നോ ഇറ്റ്സ് വെരി ഈസി ഫോർ മീ ടു ടെൽ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ആംഗിൾ CAയുടെ ആംഗിളിൽ നിന്നല്ലേ പറയുന്നത്. നോ, ഇതേ സ്റ്റേജ് ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് വന്നത്. സോ പറയുന്നവരുടെ അടുത്ത് തിരിച്ചു പറയാ, CA കോഴ്സ് ടഫ് ആണ്, ടഫ് പീപ്പിളിനെ പറ്റൂ ലൈക്ക് അസ് എന്ന് പറഞ്ഞ് ഈ കാതി കൂടെ എടുത്ത് മറ്റേ ഇയറിൽ കൂടെ വിടുക. സോ അതല്ലാതെ യു ഓൾവേസ് കീപ് യുവർ സെൽഫ് മോട്ടിവേറ്റഡ്. ഇപ്പം situation is not favorable, so at the same time take care of your health. So that's it. Anything further you can ask, or Hari, you can take over. ഓക്കെ മാഡം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടോ? ആർക്കെങ്കിലും ചോദിക്കാനായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, നമ്മൾ ലോജിക്കായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ബൈ നൗ നമ്മൾ ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശ്രീ അനീഷ് മോഹൻ്റെ സെഷൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ പലരും ആ സെഷൻസ് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ എനിക്ക് പറയാനുള്ളത്, അഡ്വേഴ്സിറ്റീസ് വരുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ കംഫർട്ട് സോണും, നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടെ ഒന്നിച്ച് വരുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്.
ഫൈനാൻസ് പ്രൊഫഷണൽ കോഴ്സസിന് ഞാൻ ഒരു തരത്തിലും സൂട്ടബിൾ അല്ലാത്ത ഒരാളായിരുന്നിട്ട് കൂടിയും ഞാനും ഒരു കാലത്ത് ഒരു സി എ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനും ഒരു കാലത്ത് സിക്കാസ്റ്റ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ബട്ട് ഓൺ ദ വേ സി എ കോഴ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. നിങ്ങളെ പോലെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത് സി എ കോഴ്സ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ പോയത്. ഞാൻ അതിൻ്റെ ഈസി റൂട്ടാണ് ചൂസ് ചെയ്തത്. പക്ഷെ അവിടെ നിന്നുള്ള എൻ്റെ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളും ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ സെയിൽസ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഫൈനാൻസ് മാനേജ് ചെയ്തുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സി എ ഡ്രോപ്പ് ചെയ്ത് പോയ, പ്രത്യേകിച്ച് പഠിക്കാനൊന്നും കൊള്ളാത്ത ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും അഡ്വേഴ്സ് സിറ്റുവേഷനിൽ നിന്നും ഞാൻ സിവിൽ സർവീസാണ് പഠിച്ച് പാസ്സായത്. അപ്പോൾ ആ ഒരു പ്രത്യേകതയാണുള്ളത്. നമ്മുടെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ടും പുറത്തു വരുന്നത്. ഇപ്പോഴും ഈ നിൽക്കുന്ന സിറ്റുവേഷനിലും ഞാൻ നല്ലൊരു കംഫർട്ടബിൾ പൊസിഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബട്ട് COVID-19 മറ്റു കാര്യങ്ങളും ഫൈനാൻഷ്യൽ സ്ട്രെസ്സും ലൈഫിൽ വരുന്ന സ്ട്രഗിൾസും എല്ലാം കൂടെ ഒന്നിച്ച് കയറി വരുന്ന ഒരു ടൈമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ പാരൻസ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ടൈം പീരീഡിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ വർക്ക് ചെയ്തതിനേക്കാൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ടൈമും ഈ ടൈമാണ്. അത് ലോജിക്കിന് വേണ്ടി ആയിക്കോട്ടെ, അത് എനിക്ക് വേണ്ടിയും ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ടൈമും ഈ ഒരു ടൈമാണ്. അതിൻ്റെ റിസൾട്ട്സും നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ടൈം എപ്പോഴാണോ, നിങ്ങളുടെ ലൈഫ് ഏറ്റവും സ്ട്രഗിൾ വരുന്ന ടൈം എപ്പോഴാണോ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അവിടെയാണ് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത്, അവിടെയാണ് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടത്. അവിടെ പെർഫോം ചെയ്താൽ പിന്നെ ലൈഫിൽ ഒരു കാരണവശാലും നിങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കുകയും ചെയ്യും. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് റിൻസിനൊരു വീഡിയോ കാണിക്കാനുണ്ട്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. റിൻസ്. ഒന്ന് ഓഡിയോ ചെക്ക് ചെയ്യണേ. റിൻസിന്റെ സൂം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പ്ലേ ചെയ്തോ. ഓക്കെ. റിൻസ് സൂം ഇപ്പോഴും മ്യൂട്ടഡ് ആണേ, ഒന്ന് ചെക്ക് ചെയ്യണേ. സൂം അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്തോ. കേൾക്കുന്നില്ലേ? റിൻസിന്റെ സൂം മ്യൂട്ടഡ് ആയിരുന്നു. സൂം ഇപ്പൊ അൺമ്യൂട്ട് ആണ്. ഇനി വീഡിയോ പ്ലേ ചെയ്തോ. സൂം മ്യൂട്ട് ചെയ്യല്ലേ. ഫൈൻ ഫൈൻ ഫൈൻ. Failure in a row. Did you think I need to pack this in? Never. Why not? I don't ever give up. I mean, I'd have to be dead or really incapacitated. You had that third. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ റിൻസ്? അത് ഇഷ്യൂ ഉണ്ടത്. ഞാൻ ലിങ്ക് ഇടാം ചാറ്റ് ബോക്സിൽ. ലിങ്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടോ.
Yeah, link അത് വന്നിട്ടുണ്ട് chatല്. ജസ്റ്റ് എ സെക്കൻഡ് ഡിയർ സ്റ്റുഡൻസ്, ഞാനിപ്പോൾ ഷെയർ ചെയ്യാവത്. അല്ല ഹരി, ലിങ്ക് വന്ന്, ഓ ഓക്കെ ഓക്കെ. Bro, did you think I need to pack this in? Never. Why not? I don't ever give up. I mean, I'd have to be dead or completely incapacitated. യെസ്, എല്ലാവർക്കും കാണാൻ പറ്റിയായിരുന്നോ അത്? മൂന്ന് തവണ ഇലോൺ മസ്കിന്റെ പ്രോജക്റ്റ് റോക്കറ്റ്, ഇലോൺ മസ്കിന്റെ സ്പേസ് റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള റോക്കറ്റ് തിരിച്ച് ലാൻഡിംഗ് പോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുക എന്നുള്ള ഒരു എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് ഏറ്റെടുത്തത്. 3 തവണ വളരെ മിസറബിൾ ആയിട്ട് ഫെയിൽ ആയി എന്ന് മാത്രമല്ല, ഓരോ ഫെയിലിയറിലും ഹൺഡ്രഡ്സ് ഓഫ് ക്രോഴ്സ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓരോ ഫെയിലിയർ കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത്, നോ, ഐ വിൽ ഹാവ് ടു ഫൈൻഡ് അനദർ വേ. നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിക്ക് ചെയ്ത് കാണാം. അതേപോലെ തന്നെ ഓരോ തവണ CA ഫൈനൽ അല്ലെങ്കിൽ CA ഇൻട്രോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും ഓരോ തവണ നിങ്ങളത് സിൻസിയറായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് ഫെയിൽ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് അനദർ വേ ആൻഡ് ദർ ഈസ് എ റൈറ്റ് വേ ടു ഡു തിങ്സ്. ആ ഒരു കാര്യം നിങ്ങൾ ക്രാക്ക് ചെയ്തെടുക്കുക. ഓക്കെ, വിത്ത് ദാറ്റ് സെഡ് ഐ തിങ്ക് വി ക്യാൻ ക്ലോസ് ദ സെഷൻ. രേവതി മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, അത്രേ ഉള്ളൂ. I think Mahima has left. So once again, Swati, thanks a lot for എന്താ പറയാ at once agreeing and coming and addressing, and സ്വാതിയുടെ കാര്യങ്ങളെല്ലാം many of the students കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ്. ലൈക്ക് എങ്ങനെയാണ് സ്വാതിയുടെ ആ ഒരു ജേർണി, all those things, even Mahima. So thanks a lot, Swati. Thank you. And- Thank you. Yeah. And thanks to Logic for hosting the session. So that's it. So all of you take care, be safe. Anything else, you can WhatsApp me or you can contact the Logic. That's it. So Hari, I think Yes, we have madam. done with. Thank you, Revati ma'am. Thank you, Swati. Thank you, Mahima. I hope everyone Thanks. will find this session useful. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും ക്വയറീസും ആൻസേർഡ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. Everyone have a wonderful evening ahead and all the best for your exams. Thank you.